ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ഡിസംബർ 1 നമ്മൾ അടുത്തൊരു മാസത്തിലേക്ക് കിടക്കുകയാണ്. സോ ഡിസംബർ 1 എങ്ങനെയായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാർത്തകളുണ്ടെന്ന് നമുക്കറിയാം. സയൻസ് ആൻഡ് ടെക്കും അങ്ങനത്തെ കുറേ മേജർ ആസ്പെക്റ്റ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. നമുക്കധികം ലേറ്റ് ആവാതെ തന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇസ് റിഗാർഡിംഗ് ഫെങ്കൽ. അത് ഓൾറെഡി കുറേ വാർത്തകൾ അതിനു വേണ്ടി വന്നതാണ്. Cyclone Fengal batters North Tamil Nadu coast, 3 dead in Chennai. നമ്മളിങ്ങനെ ഓരോ ദിവസം ഇരുന്ന് ഒരു മരണ വാർത്ത വായിക്കുന്നതാണെങ്കിൽ പോലും ലുക്ക് അറ്റ് ദ പിക്ചർ. സോ ഇന്നലത്തെ ന്യൂസ് പേപ്പർ നവംബർ 30 വാർത്തയിൽ ഓൾറെഡി വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇതിൻ്റെ ആസ്പെക്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ വാട്ട് ഈസ് ഫെങ്കൽ എന്ന് പറയുന്നത്? സൗദി അറേബ്യ ഇട്ട പേരാണ്. സൗദി അറേബ്യയുടെ പേരാണ് ഇവിടെ ഫെങ്കൽ എന്ന് വരുന്നത്. സോ സൈക്ലോണിൻ്റെ ഫോർമേഷൻ, ഐ ഓഫ് എ സൈക്ലോൺ, എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്ലോൺസ്, എന്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ആ റീജൻ ഉണ്ടല്ലോ, ബേ ഓഫ് ബംഗാൾ, വെസ്റ്റേൺ കോസ്റ്റ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ എന്തിനാണ് എസ്പെഷ്യലി ഈ ഒരു സൈക്ലോൺസ് എപ്പോഴും പ്രൊലോങ്ഡ് ആയിട്ട് വരുന്നത്? എന്താണ് അവിടുത്തെ പ്രത്യേകത? ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് കാരണങ്ങളും, മറിച്ച് നമ്മൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്താണ്. ഇങ്ങനത്തെ ഒരു സൈക്ലോൺ വരുന്ന സമയത്ത് വെൻ യു ഹാവ് ആൻ അലേർട്ട് ഓർ എ സൈക്ലോൺ വാർണിംഗ് ഇൻ പ്ലേസ്, വാട്ട് ആർ ദ സോ കോൾ തിങ്സ്? പെട്ടെന്ന് വാർണിംഗ് വരുന്ന സമയത്തും അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് വരും, എത്രത്തോളം റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. സോ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട വരുന്ന കാര്യം. സോ ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇലക്ഷൻ വാർത്തകളാണ്. അപ്പോൾ പരസ്യവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡൽഹി എഡിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റ് സ്റ്റേറ്റ്സിൻ്റെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫാം ഫയർ റൈസ് ഇൻ മധ്യപ്രദേശ്, ഡ്രോപ്പ് ഇൻ പഞ്ചാബ്, ഹരിയാന സേസ് ദ ഡേറ്റ. ഇപ്പോൾ സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ചിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഓൾറെഡി അറിയാം, ഈ പറയുന്ന പഞ്ചാബ് ഹരിയാനയിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റബിൾ ബേണിംഗ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി കർഷകർ ഈ പടത്തിൽ കാണുന്ന പോലെ അവരുടെ പാടങ്ങളും ഇത് അവർ കത്തിക്കുന്നുണ്ട്. ദേ ആർ ബേണിംഗ് ദിസ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിട്ട് ഓൾറെഡി നല്ല ഹെവി റൂൾസും ഫൈനും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും സ്റ്റബിൾ ബേണിംഗ് കത്തിക്കരുത് എന്ന് പറയുന്ന, വി ഷുഡ് റെഗുലേറ്റ് ദ ബേണിംഗ് എന്ന് പറയുന്ന നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, പക്ഷേ മധ്യപ്രദേശിൽ കൂടി എന്ന് പറയുന്നുണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. കണ്ടോ, രാജസ്ഥാൻ, UP റെക്കോർഡ് ദ ഹയസ്റ്റ് സ്പൈക്ക് ഇൻ സ്റ്റബിൾ ബേണിംഗ് പെർസെൻറ്റേജ് ആണ് പറയുന്നത്. അത് ഓരോ സമയം പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സോഴ്സ് പറയുന്നത് 2023 ഈ ബ്ലൂവിൽ കാണുന്നത്. റെഡിൽ കാണുന്നത് 2024. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏകദേശം ഒരു കാര്യം മനസ്സിലാവും. പഞ്ചാബ് കഴിഞ്ഞ വർഷം കണ്ടോ, പഞ്ചാബിൻ്റെ അത്രയും ഹൈ ആയിരുന്നു. പഞ്ചാബായിരുന്നു ഹൈയസ്റ്റ്. പക്ഷെ ഇപ്രാവശ്യം കണ്ടോ, റെഡ് ഇത്രയേ ഉള്ളൂ. ഇത്ര % അവർ കുറച്ചു. യുപിയിൽ പണ്ടത്തിനെക്കാട്ടും കൂടി, രാജസ്ഥാൻ പണ്ടത്തിനെക്കാട്ടും കൂടി, ഹരിയാന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നോക്കുമ്പോൾ ഹരിയാന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാൻ കുറച്ച് കൂടി, UP കൂടി, പഞ്ചാബ് കുറയ്ക്കുകയാണ് ചെയ്തത് സ്റ്റബിൾ ബേണിംഗ്. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് അല്ലെങ്കിൽ ഇതേപോലെ ഈ സ്റ്റബിൾസ് കത്തിക്കുക എന്നുള്ളത് പഞ്ചാബിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടന്നിട്ടുണ്ട്. മറിച്ച് മധ്യപ്രദേശിൽ കുറവായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം മധ്യപ്രദേശിൽ പിന്നെയും കൂടി. So that is a big reason that you have to find out. MP, UP, Rajasthan have shown significant increase. ഞാനിപ്പോൾ മാപ്പ് നോക്കി ഗ്രാഫ് നോക്കി പറഞ്ഞു തന്നെയാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇത് കൂടിയിട്ടുണ്ട്, വിച്ച് ഇസ് എവിഡൻറ്റ് ഫ്രം ദ ഫീൽഡ്. ഇതിൽ കൂടിയത് കണ്ടില്ലേ, മധ്യപ്രദേശ് കൂടി. അതേപോലെ പഞ്ചാബ് കുറയുക ചെയ്തത്. UP കൂടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി UP കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൂടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് പവർ ഫ്ലക്ച്വേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആയിട്ട് വന്നെന്ന് വിചാരിക്കുന്നു. രാജസ്ഥാൻ കൂടിയിട്ടുണ്ട്, ഹരിയാന കുറയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പരസ്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മക്കോക്ക ഹാസ് ബീൻ ഇൻവോക്ഡ്. അപ്പോൾ എന്താണ് ഈ മക്കോക്ക എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ മഹാരാഷ്ട്രയിലുള്ള ഒരു നിയമമാണ്. ഇപ്പം നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് കോഫെ പോസ, ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. കോഫെ പോസ, മക്കോക്ക. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മക്കോക്ക ഇൻവോക്ഡ് അഗെയിൻ 26 അക്യൂസ് ഇൻ ബാബ സിദ്ദിഖി മർഡറിൽ ഇതിനകത്ത് വന്നതാണ്. ആസ് മഹാരാഷ്ട്രയുടെ സ്ട്രിഞ്ചൻ ലോ ആണ്, ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഇതാണ്. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് ആണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം. അപ്പം മക്കോക്ക എന്ന് ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് ആണ് ഈ മക്കോക്ക എന്ന് വിളിക്കുന്നത്. അവിടുത്തെ ഒരു നിയമമാണത്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തന്നത്.
സോ പൊളിറ്റിക്കൽ വാർത്ത അഗെയിൻ സാമ്പാൽ ഡിസ്ട്രിക്റ്റിൽ സാമ്പാലിലും ഇന്നത്തെ ന്യൂസ് പേപ്പറിലും കണ്ടതാണ്. ഇറ്റ്സ് എ ഹെവി പ്രോബ്ലം. ഇനിയും അങ്ങോട്ട് വളരെയധികം ഡിസ്പ്യൂട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ് സാമ്പാൽ. അവിടെ ഓൾറെഡി പള്ളി അമ്പലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി അതിന്റെ വയലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതിയും ഇതൊക്കെ എന്ത് തീരുമാനം എടുക്കും. സോ പ്ലീസ് റിമെമ്പർ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഓഗസ്റ്റ് 15 1947 എങ്ങനെയായിരുന്നു ആ മോണുമെന്റ് ഉള്ളത് അങ്ങനെ തന്നെ വേണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 15ാം നൂറ്റാണ്ടിലും ഇത് പറയുന്നുണ്ട്, 15ാം നൂറ്റാണ്ടിന് മുന്നേ ഇത് അമ്പലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിപ്പോ പള്ളിയായതും അല്ലെങ്കിൽ അതെങ്ങനെ റെട്രോസ്പെക്റ്റീവ്ലി കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ആന്റി കൺവേർഷൻ ബിൽ. ഇത് അവിടെ പുതിയൊരു നിയമം വരാൻ പോവുകയാണ്. രാജസ്ഥാനിലെ പുതിയൊരു ലവ് ജിഹാദ് ഇസ് ബേസിക്കലി മുസ്ലിം മെൻ, അതായത് മുസ്ലിംസ് ആയിട്ടുള്ള ആണുങ്ങൾ വേറെ കമ്മ്യൂണിറ്റിയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചിട്ട് അവരെ മതം മാറ്റുന്നതാണ് ഇവർ ഈ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പുതിയ ആന്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ് ടു സ്റ്റോപ്പ് ദിസ്. അതായത് പറയുന്നുണ്ട് ഒരു കാരണവശാലും റിലീജിയസ് കൺവേർഷൻസ് നടത്താൻ പാടില്ല. നടത്തുകയാണെന്ന് വെച്ചാൽ നടത്തുന്നല്ല, യു ക്യാൻ വോളണ്ടറിലി ഗിവ് അപ്പ്, ബട്ട് റിലീജിയസ് കൺവേർഷൻ ഷുഡ് നോട്ട് ബി ക്യാരിഡ് ഔട്ട് ബൈ ഫോഴ്സ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ക്യാരിഡ് ഔട്ട് ബൈ ഫ്രോഡ് and it should not be carried out by inducement. So there are 3 parameters: force, fraud and inducement പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൺവേർഷൻ പാടില്ല. ഈവൻ അവിടുത്തെ ഫാമിലി കോർട്ടിന് വരെ റൈറ്റ് കൊടുത്തിട്ടുണ്ട് കല്യാണം വേണമെങ്കിൽ നൾ ആൻഡ് വോയിഡ് ആക്കാൻ. എന്താണ് നൾ ആൻഡ് വോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് കോൾഡ് നൾ ആൻഡ് വോയിഡ്. ലീഗൽ ടേംസ് ആണ് അത്. അങ്ങനെ അസാധുവാക്കി കളയെന്ന് പറയത്തില്ലേ. അപ്പോൾ അത്തരം ഫാമിലി കോർട്ടിന് വരെ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആന്റി കൺവേർഷൻ ലോ ആണ് വരുന്നത്. അപ്പോൾ അതും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ സൊസൈറ്റിനെ പല രീതിയിലാട്ടോ എഫക്ട് ചെയ്യുന്നത്. അതിന്റെ ഇമ്പാക്ട് ഞാൻ ഇതിപ്പോൾ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒഡീഷ അക്യൂസസ് വെസ്റ്റ് ബംഗാൾ ഓഫ് പ്ലേയിങ് പൊളിറ്റിക്സ് ഓവർ പൊട്ടറ്റോ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുപാട് പൊട്ടറ്റോ ഒക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ പൊട്ടറ്റോന്റെ ട്രക്കൊന്നും കയറ്റി വിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 സ്റ്റേറ്റുകൾ തമ്മിൽ, കേരളവും തമിഴ്നാടും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന പോലെ ഇവിടെ പൊട്ടറ്റോ ആണ് പ്രശ്നം. പൊട്ടറ്റോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പൊട്ടറ്റോന്റെ ഡെലിവറി കിട്ടിയില്ല, അപ്പോൾ ഉരുളക്കിഴങ്ങ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. വേറെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, നിയമം എടുക്കണം, ഇതിലൊരു വലിയൊരു കേസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇവരിനി കേസ് കൊടുക്കാൻ പോവുകയാണ്. കാരണം പുഷ്പ 2 വരുന്നുണ്ടല്ലോ. അപ്പോൾ ടിക്കറ്റിന്റെ ഫെയർ കൂട്ടിയെന്നല്ലേ, ഓൾറെഡി കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് കൂട്ടി. അപ്പോൾ അതിനൊക്കെ ഒരു നിയമമില്ല എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തോന്നിയ പോലെ ടിക്കറ്റിന്റെ വില ഇപ്പോൾ എത്ര രൂപയാണ്? ഇപ്പോൾ നമുക്കൊരു 150 രൂപ അല്ലെങ്കിൽ 110 രൂപയാണ് ടിക്കറ്റിന്റെ വില എങ്കിൽ നാളെ തൊട്ട് ഈ ടിക്കറ്റ് സിനിമ കാണണമെങ്കിൽ ഇതിന്റെ വില 610 രൂപ ആക്കാൻ പറ്റും. സോ ഇത് ആരാണ് തീരുമാനിക്കുന്നത്? ടിക്കറ്റിന്റെ വില തീരുമാനിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ദാറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് റിഗാർഡിംഗ് ദാറ്റ്. ആൻഡ് സോ ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഇതാണ് അടുത്ത വാർത്ത. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് യു ഷുഡ് ബി അവെയർ അബൌട്ട് ദിസ്. അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. എന്താണ് ഡമ്മി സ്കൂൾസ് ഗോ എംപ്റ്റി ആസ് സ്റ്റുഡൻസ് ഫ്ലോക്ക് ടു കോച്ചിങ് സെന്റേഴ്സ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ട്രെയിനിങ്? എന്താണ് ഈ ഡമ്മി സ്കൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഡമ്മി സ്കൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഈ കോച്ചിങ് എന്റർടൈൻമെന്റ് ബിസിനസ്, അതായത് ഒരു തരത്തിൽ എന്റർടൈൻമെന്റ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. ഐ വാസ് ജസ്റ്റ് ടേക്കിംഗ് എ സ്മോൾ ഡിഗ് അറ്റ് ദി കോച്ചിങ് സെന്റേഴ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവരൊരു വലിയൊരു എന്റർടൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ സ്കൂളിൽ പോകണ്ടെന്നാണല്ലോ, സ്കൂളിൽ പോവാതെ പഠിപ്പിക്കാന്നാണല്ലോ. അപ്പോൾ പല കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല. അവർക്ക് സ്കൂളിൽ പോകണ്ട, പക്ഷേ എൻട്രൻസ് ക്രാക്ക് ചെയ്താൽ മതി, നീറ്റ് ക്രാക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസും മെഡിക്കൽ എൻട്രൻസും ക്രാക്ക് ചെയ്താൽ മതി. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റെഗുലർ സ്കൂളിന്റെ തിരക്കുകളുണ്ട്. അപ്പോൾ എൻട്രൻസിന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിൽ പോയ അറ്റൻഡൻസ് വേണം, അങ്ങനത്തെ കുറേ സംഭവമുള്ളതുകൊണ്ട് എൻട്രൻസ് പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവരെ സ്കൂളിൽ പോകണ്ട. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡമ്മി സ്കൂളുകളുള്ളത്. ഈ ഡമ്മി സ്കൂളിൽ പോയാൽ മതി. ഈ ഡമ്മി സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ്സും അഡ്മിഷനും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ജസ്റ്റ് സ്കൂൾ ഫോർ ദ സേക്ക് ഓഫ് സ്കൂൾ, ഹാവിങ് എ സ്കൂൾ ഫോർ ദ സേക്ക് ഓഫ് സ്കൂളാണ് അവിടെ. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് മുഴുവൻ സമയം എൻട്രൻസിനും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇവിടെ വന്നിട്ട് സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതാം. അറ്റൻഡൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ CBSE വളരെ സ്ട്രോങ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ പല എൻട്രൻസ് അക്കാഡമിക്കും അങ്ങനെയാണല്ലോ. എൻട്രൻസ് എഞ്ചിനീയറിംഗ് മെഡിസിൻ എൻട്രൻസ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒബ്വിയസ്ലി അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് അക്കാഡമിയുടെ തന്നെ സ്കൂളായിരിക്കും. അപ്പോൾ അവിടെ സ്കൂൾ സ്കൂളിനെക്കാട്ടും കൂടുതൽ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ CBSE ഇത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. CBSE ഇതിൻ്റെ അഫിലിയേഷനും അല്ല അങ്ങനത്തെ ഇതിൻ്റെ നടത്തിപ്പ് അവകാശവും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഡമ്മി സ്കൂൾസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഫീസൊക്കെ വളരെ ഹൈ ആണ്. ഡമ്മി സ്കൂൾസ് അറൌണ്ട് 60,000 റുപ്പീസ് ഒക്കെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളും, കോട്ട രാജസ്ഥാനിലൊക്കെ ഇങ്ങനത്തെ കുറേ സ്കൂൾസ് ഉണ്ട്.
സ്കൂളൊന്നുമില്ല, പക്ഷെ എൻട്രൻസ് ആണ് മൊത്തം. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. അപ്പോൾ ഇനി അടുത്ത പരസ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തം പരസ്യമാണ്. സോ ലെറ്റ്സ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റോറിയൽ പേജ് ഇല്ല, പകരം ക്ലാസിഫൈഡ് ആണ്, മുഴുവൻ പരസ്യമാണ്. അപ്പോൾ മറ്റ് പരസ്യങ്ങളും എഡിറ്റോറിയൽ പേജ് ഇല്ല, സയൻസ് പേജ് ഒക്കെയാണുള്ളത്. ഇത് പൊളിറ്റിക്കൽ വാർത്തകളാണ്. യെസ്, ഇതൊരു രസമുള്ളൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നി. ഹൈക്കോർട്ട് റെഫ്യൂസസ് ടു ക്വാഷ് കേസ് അഗെയിൻസ്റ്റ് 2 ഫോർ ഡ്യൂപ്പിംഗ് ആമസോൺ. 2 ആൾക്കാരുടെ പേരാണ് ഇതിനകത്ത്. ഡിസ്മിസിംഗ് പെറ്റീഷൻ ബൈ സൗരിഷ് ഘോഷ്, ദീപവന്ത ഘോഷ്, 2 പേരാണ്. വേറൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആമസോണിനെ ഡ്യൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഓൾറെഡി ഒരു വളരെ വില കൂടിയ സാധനം ആമസോണിൽ നിന്ന് വാങ്ങിക്കും. ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ വില കൂടിയ ഒരു സാധനം ആമസോണിൽ നിന്ന് വാങ്ങിക്കും, എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇത് കിട്ടും. വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ, ഫോണോ ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട്, എന്നിട്ട് ഇതേ സാധനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം നമ്മൾ തിരിച്ചയക്കും, ആമസോണിലേക്ക് തിരിച്ചയക്കും. ഡിഫക്റ്റീവ് പാർട്ടാണ്, നല്ല സാധനം വന്നില്ല അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിട്ട് ആമസോൺ പിന്നെയും നല്ല ക്വാളിറ്റി സാധനം അയക്കും. ഇവർ പിന്നെയും വേറെ സാധനം എടുത്ത് പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനം അയക്കും. അങ്ങനെ ഇവർ അയച്ച് ആമസോണിന് 70 ലക്ഷം രൂപ പറ്റിച്ചു. റിട്ടേൺ അടിച്ചടിച്ച് വാങ്ങിക്കും, ഡ്യൂപ്ലിക്കേറ്റ് സാധനം തിരിച്ചയച്ചു കൊടുക്കും. ആമസോൺ മോശം പ്രൊഡക്റ്റ് തന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ച്. അപ്പോൾ ഈ ഡിജിറ്റൽ ക്രൈമിനെ കുറിച്ചിട്ട് ഇത് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതാണ് ഇന്നത്തെ ടൈഗർ അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദിസ് പ്രിപ്പയറിംഗ് ഫോർ റിവർ ആണ്. റിവർ UPSCയുടെ ഫേവറേറ്റ് ഏരിയ ആയതുകൊണ്ടാണ് ചെറിയൊരു പടം കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് വന്നത്. ഫിസിക്കൽ ടെസ്റ്റ് അലോൺ കൃഷ്ണ റിവർ ഇൻ ആന്ധ്രാപ്രദേശ്. സോ ദാറ്റ് ബ്രിങ്സ് അസ് കൃഷ്ണ റിവർ. എവിടെയാണ് കൃഷ്ണ റിവർ, കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുവച്ചാൽ, പ്രധാനപ്പെട്ട റിവേഴ്സ് സിവിൽ സർവീസിന്റെ പ്രിലിംസിന് ചോദിക്കാറുണ്ട്. സോ നോ വേർ ഇസ് കൃഷ്ണ റിവർ, ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് കൃഷ്ണ പോകുന്നത്, വേറെ സ്റ്റേറ്റ് കൂടെ പോകുന്നുണ്ടോ, കൃഷ്ണയുടെ മേജർ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പ്ലീസ് ഫൈൻഡ് ഔട്ട് ദാറ്റ്. അപ്പോൾ അതാണ് ഇതിന്റെ ബാക്കിയുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട അടുത്ത വാർത്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് വാർത്തയാണെങ്കിലും നമുക്ക് കേരളത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. കേരളത്തിന്റെ സിൽവർ ലൈൻ. നമ്മൾ ഓൾറെഡി സിൽവർ ലൈൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ സിൽവർ ലൈൻ പ്രപ്പോസ് ചെയ്തെന്ന് മാത്രമല്ല, സിൽവർ ലൈനിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് വേണ്ടിയുണ്ട്. സോ സിൽവർ ലൈനിന്റെ ഇത് നമുക്ക് ഓൾറെഡി ഒരു കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും ഉണ്ട്. അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചപ്പോൾ നമുക്ക് ഓൾറെഡി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വളരെ പെട്ടെന്ന് പോകാനുള്ളത്. ഏകദേശം 220 km/h ആണ് ഇതിനകത്ത് സ്പീഡ്. ഇത്രയും സ്പീഡിൽ നമുക്ക് പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെൻറ്ററിലേക്ക് അപ്രൂവലിനൊക്കെ വിട്ടപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തിരിച്ച് ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് ഇട്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജ് എന്നുള്ളത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ബ്രോഡ് ഗേജിലേക്ക് മാറണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് എത്രയാണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ബ്രോഡ് ഗേജ് എത്രയാണ്, മീറ്റർ ഗേജ് എത്രയാണ് നമുക്കറിയാം. മീറ്റർ ഗേജ്, സ്റ്റാൻഡേർഡ് ഗേജ്, ബ്രോഡ് ഗേജ്, നാരോ ഗേജ് എന്നൊക്കെ പറയുന്ന റെയിൽവേയുടെ പല ഗേജുകളുണ്ട്. ഞാൻ തന്നെ പല പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ബ്രോഡ് ഗേജിലേക്ക് മാറ്റണം, അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെ ഈ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്യണം. 220 km ഒന്നും പോകാൻ പറ്റില്ല, ഏകദേശം 160 km വരെ നിങ്ങൾക്ക് പോവാം. അങ്ങനെയൊക്കെ മാറ്റി പിന്നെ നിങ്ങൾ ATP ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം, കവച്, ട്രെയിനുകൾ വലിപ്പോൾ ട്രെയിനിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി കവച് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് ചോദിച്ചു. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യണം, 2x25 kV ഇലക്ട്രിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ കേരള ഗവൺമെൻറ് ചോദിച്ചു, ഗേജ് മാറ്റി 220 km/h മാറ്റി 160 km/h ആക്കി മാറ്റി. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരള എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡ് ട്രെയിനാണ്. ട്രിവാൻഡ്രം കാസർഗോഡിൽ റെക്കോർഡ് ടൈം 4 മണിക്കൂറിന് ആ സമയത്ത് എത്തുന്ന ട്രെയിനാണ്. 160 എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും ഓടി വരുമ്പോൾ അത് 110 km ഓടേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സാധാരണ ട്രെയിൻ ഞങ്ങൾക്ക് കാസർഗോഡ് ഓടിച്ചാൽ പോരെ, വന്ദേ ഭാരത് ഇതിലും ബെറ്റർ അല്ലേ എന്നാണ് കേരള ചോദിക്കുന്നത്. അത് സത്യമാണ്. എന്നാൽ പിന്നെ വന്ദേ ഭാരതോ അല്ലെങ്കിൽ വേദന ശതാബ്ദി ഓടിച്ചാൽ പോരെ എന്നാണ് കേരള ഗവൺമെൻറ് ചോദിക്കുന്നത്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട വാർത്ത. ഓക്കെ, സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട നാഷണൽ വാർത്തയാണെങ്കിലും ഇപ്പോൾ ഓൾറെഡി സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന് ആർട്ടിക്കിൾ 311 വെച്ച് കുറേ ആൾക്കാരെ സസ്പെൻഡ് ചെയ്തില്ലേ, കുറേ ആൾക്കാർ എടുത്ത് കളഞ്ഞില്ലേ ആർട്ടിക്കിൾ 311 ആഫ്റ്റർ 2 people were removed from service by ലഫ്റ്റനന്റ് ഗവർണർ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 311 എന്താണെന്നും അങ്ങനെ ഗവൺമെന്റ് സർവൻസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ അങ്ങനെ അധികാരം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ചീഫ് മിനിസ്റ്റർ അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ 311 ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചാണ്. 311 gives a safeguard and 311 clause 2C എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് സർവൻസിനെ വേണമെങ്കിൽ ഗവർണർക്ക് റിമൂവ് ചെയ്യാം. അത് പ്രസിഡന്റിനും പവർ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പോലീസ് സെർച്ചസ് പ്രിമൈസസ് ഓഫ് ഫോൾസ് നറേറ്റീവ് പെഡ്ലേഴ്സ്. ഇത് കൊള്ളാലോ, ഡ്രഗ് പെഡ്ലേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മിസ്ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിലും ഇതിലുമൊക്കെ കോൺസ്പിരസി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കഥകൾ അടിച്ചിറക്കി തെറ്റായ ഡിസ്ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ ഒക്കെ പടർത്തി ഫോൾസ് ന്യൂസ് പടർത്തി വിടുന്ന ആൾക്കാരെയാണ്
ഫോൾസ് നെറേറ്റീവ് പെഡ്ലേഴ്സ് എന്നോട് വിളിക്കുന്നത്, ഡ്രഗ് പെഡ്ലേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ദേ ആർ ആക്ച്വലി ബ്രിങ്ങിങ് ഇൻ ദിസ് ഇമ്പോർട്ടൻറ്റ് നെറേറ്റീവ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗൗതം അദാനി പറയുന്നുണ്ട് US അലിഗേഷൻസിൽ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ വേൾഡ് ക്ലാസ് കോംപ്ലയൻസ് ആണ് ചെയ്യുന്നത്. അമേരിക്ക പറഞ്ഞതിന് വളരെ ശക്തമായിട്ട് നേരിടും. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് അമേരിക്ക US വെറുതെ ഒരു വാർത്ത ഇറക്കിയതേ ഉള്ളൂ അദാനിയെ കുറിച്ചിട്ട്. അദാനിയുടെ സ്റ്റോക്കൊക്കെ താഴെ പോയി, പിന്നീട് ഇത് ബെറ്റർ ആയി വന്നെങ്കിൽ പോലും ഒരു വാർത്ത വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട്, ജസ്റ്റ് ഇമാജിൻ ഹൗ സീരിയസ് ഇറ്റ് ഇസ് അല്ലേ, എത്ര സീരിയസ് ആയിട്ടാണ് ആ ഇഷ്യൂ നടന്നതെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നേഷൻ ഫിയേഴ്സ് ഡെഡ്ലോക്ക് അറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ടോക്സ്. അതപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് കൊറിയയിലെ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ്യൂസിങ് പ്രൊഡക്ഷൻ ആൻഡ് ഫേസിങ് ഔട്ട് കെമിക്കൽസ് നോൺ ആസ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് ഓൾറെഡി നമ്മൾ കുറേ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓൾറെഡി ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഹൈ അംബിഷൻ കൊയിലേഷൻ അല്ലെങ്കിൽ ഹാക്ക് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരുപാട് ചെറിയ ഐലൻഡ് രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, മാർഷൽ ഐലൻഡ്സിൽ 2014 ഇത് ഇങ്ങനൊരു കൗൺസിൽ വരുന്നത്. അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അവർ ഹൈ അംബിഷൻ കൊയിലേഷൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് മാത്രമല്ല പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയും, കാരണം അതൊരു തരത്തിൽ പൊല്യൂഷൻ ആണല്ലോ, അപ്പോൾ ആ പൊല്യൂഷനെതിരെയും വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇന്നലെ ഇന്ത്യയും ചൈനയും സൗദി അറേബ്യയും പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. കാരണം പോളിമർ പ്രൊഡക്ഷൻ നിർത്തണം അല്ലെങ്കിൽ ഫേസ് ഔട്ട് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോളിമർ പ്ലാസ്റ്റിക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പോളിമർ ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ വളരെയധികം എഫക്റ്റഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വി ഷുഡ് നോ വാട്ട് ഇസ് ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ടത്. എന്താണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി? സോ നോ അബൌട്ട് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. സോ ഐ തിങ്ക് യു വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. പിന്നെ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്തയാണിത്. നിങ്ങൾ ഒരു 43 വർഷം 43 years ആഫ്റ്റർ ഡെത്ത് ഓഫ് IAF ഓഫീസർ ഹിസ് വൈഫ് റീകണക്ട്സ് വിത്ത് ഫോഴ്സ് ഗെറ്റ് 1 crore. ഇത് വേറൊന്നുമല്ല, ഇതൊരു സിനിമയിൽ കാണുന്ന പോലെ അന്നത്തെ കാലത്ത് 1981 ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആള് അന്നത്തെ ഭയങ്കര യങ് പൈലറ്റാണ്. അദ്ദേഹം ട്രെയിൻ യാത്ര വരുന്ന സമയത്ത് ഒരു ട്രെയിനിൽ റോബറി നടക്കുകയും അവിടെ ആ റോബറിയുടെ ഭാഗമായിട്ട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹം മരിച്ചുപോയി. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കില്ലെന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഭയങ്കര വയലന്റ് മൂവിയാണ്. ട്രെയിനിൽ പോകുന്ന സമയത്ത് കുറേ ഇതേപോലെ ഡക്കോയിറ്റ്സ് കയറി അവിടുത്തെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനെതിരെ ഓൾറെഡി ഒരു കമാൻഡോ സിനിമയിൽ പ്രതികരിക്കുന്ന പോലെയാണ് ഇങ്ങനെ ഒരാൾ പ്രതികരിക്കും. ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ചന്ദ്രശേഖർ പ്രതികരിച്ചു, പക്ഷേ ലെഫ്റ്റനന്റ് ചന്ദ്രശേഖർ മരിക്കുകയാണ്. ഹി ഡൈസ്. ഇതിന്റെ ഫൈറ്റിനിടയിൽ അദ്ദേഹം മരിച്ചുപോയി. കാരണം അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് ശൗര്യചക്ര കൊടുത്തു. അദ്ദേഹത്തിന് കീർത്തിചക്രയാണ് കൊടുത്തെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പിന്നീട് കീർത്തിചക്രയൊക്കെ കൊടുത്ത് കുറേ വർഷം ഇവർക്ക് ക്ലെയിം, അതായത് അദ്ദേഹം മരിച്ചതിന്റെ പൈസ ഭാര്യയ്ക്ക് കിട്ടണമല്ലോ. അപ്പോൾ 1981 ഇദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഇവർക്ക് വേറെ ക്ലെയിം ഒന്നും കിട്ടുന്നില്ല. സോ ഇദ്ദേഹത്തിന്റെ ഭാര്യ 1984 ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത് വേറെ കല്യാണം കഴിച്ചു. മരിക്കുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് മരിക്കുന്ന സമയത്ത് ആളുടെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു 2 മാസം. പിന്നീട് കുട്ടിയൊക്കെ ഉണ്ടായി. ഇവർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത് വേറെ കല്യാണമൊക്കെ കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കേണൽ വേമ്പ് ശങ്കർ ശൗര്യചക്ര അവാർഡിയാണ്. ആൻഡ് ഹി ഇസ് ദ ക്രിയേറ്റർ ഓഫ് പ്രോജക്ട് സംബന്ധ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഇത്രയും വർഷത്തിന് 43 വർഷത്തിന് ശേഷം, ആ മരണത്തിന് ശേഷം ഇപ്പോൾ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ചന്ദ്രശേഖറിന്റെ വൈഫിന് 1 കോടി രൂപ എയർഫോഴ്സിൽ നിന്ന് അരിയേഴ്സ് തിരിച്ചു കൊടുത്തു. അതായത് അവരുടെ കോമ്പൻസേഷൻ എമൗണ്ട് കൊടുത്തു. 1 കോടി രൂപയാണ് കൊടുത്തു ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. കാരണം പല പ്രാവശ്യം 81 തൊട്ട് ഇവർ ഗവൺമെന്റിന്റെ നിന്ന് ഫണ്ടും ഒരുപാട് കാര്യങ്ങളും അവരുടെ അരിയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി. കാരണം ഇവർ ഓസ്ട്രേലിയയിൽ പോയി വേറെ ആളെ കല്യാണം കഴിച്ചപ്പോൾ ഇവർക്ക് പെൻഷൻ പോയി, ഇവരുടെ പെൻഷൻ ഇല്ലാണ്ടായിപ്പോയി. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പിന്നെ പറയുന്ന കേസൊക്കെ കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അതായത് ഇവർ അപ്ലൈ ചെയ്ത സമയത്ത് ഈ ലേഡിയുടെ പേരിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു, അതുകൊണ്ട് റിജക്ട് ചെയ്തു. സ്പെല്ലിംഗ് ഒക്കെ തെറ്റായതുകൊണ്ട് റിജക്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പ്രൊജക്ട് സംബന്ധ് ഇസ് എ വെരി ഗുഡ് തിങ്. കേണൽ വേമ്പ് ശങ്കർ തുടങ്ങിയതാണ് ശൗര്യചക്ര അവാർഡ്. 1 കോടി രൂപയാണ് തിരിച്ച് അവർക്ക് ക്ലെയിം കിട്ടിയത് 43 വർഷത്തിന് ശേഷം. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് ഹാപ്പി ന്യൂസ് ടു റീഡ്. പിന്നെ ഇതിനകത്ത് മൊത്തം പൊളിറ്റിക്കൽ വാർത്തകളായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്കില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളില്ല. പിന്നെ വാരണാസിയിൽ കണ്ടോ, ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തീ പിടിച്ച് 150 ടൂ വീലേഴ്സാണ് കത്തിപ്പോയത്. 150 ടൂ വീലറാണ് കത്തിപ്പോയത്. പിന്നെ സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ ബംഗാളിൽ സ്ട്രേ ഡോഗ്സിന് ഇനി നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു SOP കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കുട്ടികൾ, സ്കൂളുകൾ,
അങ്ങനെ സ്കൂളുകൾ പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഡോഗ്സ് ഹാസ് ടു ബി ഡൺ ഏരിയ സ്പെസിഫിക് ടൈം പീരിയഡ്, ടൈം സ്ലോട്ട്സ് 7 മണിക്ക് മുന്നേ 7 മണിക്ക് ശേഷം മിനിമം 2 hours, സ്കൂളിൻ്റെ അടുത്ത് പാടില്ല, ചിൽഡ്രൻസ് പാർക്കിന് അടുത്ത് പാടില്ല. അങ്ങനെയൊക്കെ സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കണമെങ്കിൽ ഒരു പുതിയ നിയമം SOP കൊണ്ടുവന്നിട്ടുണ്ട് ബംഗാളിൽ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്, സീറ്റ് കോൺഗ്രസ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാം, സീറ്റ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞില്ലേ, കുറേ സീറ്റ്സ് ഒക്കെ നിർത്തലാക്കാൻ പറയുന്നുണ്ട്. സീഡ് ആക്ട്, സീഡ് പോളിസി, സീഡ് റൂൾ, ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. പുതിയ സംഭവം സീഡുകൾ, പുതിയ ക്വാളിറ്റി സീഡ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, വി നീഡ് ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. സിവിൽ സർവീസിന്റെ എക്സാമിന് പ്രിലിംസിനൊക്കെ അങ്ങനെ തന്നെ ചോദിക്കാൻ, വാട്ട് ഡു യു മീൻ ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ബയോ ഫോർട്ടിഫൈഡ് സീഡ് അല്ലെങ്കിൽ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്പ് എന്താണ്? പലപ്പോഴും നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവാം, മാൽനറിഷ്മെന്റ് തടയാൻ ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്പ് ഉണ്ട്. ഇതൊരു സാധാരണ ക്രോപ്പാണെന്ന് വിചാരിക്കാം. ഇത് കഴിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? നമുക്ക് സാധാരണ ആ ക്രോപ്പിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. മറിച്ച് ബി എന്ന് പറയുന്ന ക്രോപ്പും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഓൾറെഡി കുറേ പാക്കിങ്സും, ഇതിനകത്ത് ഓൾറെഡി വേറെ രീതിയിലാണ് ഈ ക്രോപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ ക്രോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്രോപ്പ്, ഇത് സാധാരണ ക്രോപ്പ്, ഇത് കഴിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലാണ്. ഒരേപോലത്തെ ക്രോപ്പ് ആണെങ്കിലും ഇപ്പം ഇത് നമ്മൾ സാധാരണ ഒരു റൈസാണ് നമ്മൾ കഴിക്കുന്നത്, ഒരു ചോറാണ് കഴിക്കുന്നത്. അത് ഒരു ക്രോപ്പ്, റൈസ് പാഡി ഒരു ക്രോപ്പ്. ഇപ്പോഴത്തെ സൈഡിൽ പ്രത്യേകതരം ക്രോപ്പാണ്. ഇപ്പം അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേകതരം ക്രോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറെയും, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗോൾഡൻ റൈസ് ഉണ്ട്. അതേപോലെ അയൺ ബീൻസ്, ഇതാണൊക്കെയാണ് എൻ്റെ പേര്, അയൺ ബീൻസ്. ഇതിനകത്ത് ഓൾറെഡി വൈറ്റമിൻസും മിനറൽസും സാധാരണ ക്രോപ്പിനെക്കാട്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന കാറ്റഗറിയിൽ സാധാരണ ക്രോപ്പിന്റെ കൂടെ മൾട്ടി വിറ്റമിൻസും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതിനാണ് ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധാരണ ക്രോപ്പ്, എ എന്ന് പറയുന്ന സാധാരണ ക്രോപ്പ് കഴിക്കുന്നതിനെക്കാട്ടും ബി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ക്രോപ്പാണ്. ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാണ് ഗോൾഡൻ റൈസ് ഒരു ബയോ ഫോർട്ടിഫൈഡ് വെറൈറ്റിയാണ്. അയൺ ബീൻസ്, ഭയങ്കരമായി അയൺ കണ്ടന്റ് ഉള്ള ഇതാണ്. സിങ്ക് വീറ്റ് എന്നുള്ളൊരു പേരുണ്ട്, സിങ്ക് റൈസ്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ആണ്, സാധാരണ ക്രോപ്പ് അല്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാൽനറിഷ്മെന്റ് ഉള്ള കുട്ടികൾക്കും അണ്ടർ നറിഷ്മെന്റ് ഉള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റിൽ ഇഷ്യൂ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ക്രോപ്പ് കഴിക്കുമ്പോൾ അവർക്ക് സാധാരണ കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യത്തിനെയാണ് ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ടു ബി ടേക്കൺ. എന്താണ് ബയോ? പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട്, ക്ലൈമറ്റ് റെസിലിയന്റ് പ്രാക്ടീസസ് വേണം അഗ്രികൾച്ചറിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി നീഡ് ക്ലൈമറ്റ് റെസിലിയന്റ് പ്രാക്ടീസ് വേണം. അതേപോലെ ഡയറക്റ്റ് സീഡഡ് റൈസ്. എന്താണ് ഈ DSR എന്നാണ് അതിനെ വിളിക്കുന്നത്, ഡയറക്റ്റ് സീഡിങ് റൈസ്. ഇതൊരു കൾട്ടിവേഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പാടം, നമ്മൾ പാഡി, ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ്ലി വിത്ത് ഇടണം എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് സീഡഡ് വിത്ത് നേരിട്ടിട്ട് നമ്മൾ കൾട്ടിവേഷൻ നടത്തണം എന്നാണ് പറയുന്നത്. പക്ഷെ പല സമയത്തും നമ്മൾ വിചാരിക്കാൻ അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ ഭയങ്കരമായ വീഡ്സ് ഉണ്ട്. ഒന്നാമത് ഈ പാഡി ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര വെള്ളമല്ലേ, കംപ്ലീറ്റ്ലി ഫ്ലഡഡ് ടൈപ്പ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നോർമലി ഡയറക്റ്റ് സീഡഡ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വീടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ നല്ല കൃഷി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലരും മറ്റേ നമ്മൾ പറയുന്ന നഴ്സറി, ഇറ്റ്സ് ലൈക്ക് എ കിൻഡർ ഗാർട്ടൻ, ചെടികളുടെ കിൻഡർ ഗാർട്ടൻ പോലെയാണ്. അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ വീടിന്റെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, വീഡ്സിന്റെ ഒന്നും ശല്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ പ്ലാന്റ് വിത്തിട്ട് വളർത്തി വലുതാക്കും, അതിനെ സാപ്ലിംഗ് ആക്കി മാറ്റും. വലിയ പെസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കിൻഡർ ഗാർട്ടനിൽ വിടില്ല, അതേപോലെ കിൻഡർ ഗാർട്ടൻ സ്കൂളിലൊക്കെ എന്നിട്ടല്ലേ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ സാപ്ലിങ്സ് ആയി ഒരു കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് വളർന്നു, ഇനി വളർച്ചയ്ക്ക് പ്രശ്നം, പിന്നെ വളർന്നു പോയിക്കോളും, വീടിന്റെ ഇമ്പാക്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ DSR എന്ന് ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ് സീഡഡ് റൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇടുന്നതാണ്. ഡയറക്ട്ലി തന്നെ നമുക്ക് ഇനി ഇടാം, അതിനുള്ള ടെക്നോളജി കണ്ടെത്തണം. സോ അതാണ് DSR. സീറോ ടില്ലേജ്, അതായത് നമ്മൾ ഒരു ക്രോപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫീൽഡിനകത്ത് ഒരു രീതിയിലും നമ്മൾ കുഴിക്കില്ല, പ്ലോ ചെയ്യില്ല, ടില്ലിയില്ല, കുഴിക്കില്ല, ഇതൊന്നും ചെയ്യാതെ സോയിലിനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, കൾട്ടിവേഷൻ ചെയ്യുന്നത്. അത് ഒരു തരത്തിൽ നല്ലതാണ് സോയിലിനൊക്കെ. പക്ഷെ എല്ലാ ക്രോപ്പും ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാ ടൈപ്പ് ഓഫ് ക്രോപ്സിനും സൂട്ടബിൾ അല്ല സീറോ ടില്ലേജ്. ഒരു രീതിയിലും നമ്മൾ ടില്ലേജ് എന്ന് പറയുമ്പോൾ പ്ലോവിങ് ഇല്ല, അൺഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും. നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് വർക്കബിൾ ഫോർ മെനി അതർ തിങ്സ്. സോ ഇതിൽ 3 കോൺസെപ്റ്റ് ഉണ്ട്: സീറോ ടില്ലേജ്,
DSRും സീഡഡ് റൈസും അതേപോലെ എന്താണ് ബയോ ഫോർട്ടിഫൈഡ് റൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ എക്സ്പെഡീറ്റ് പെൻഷൻ പേയ്മെന്റ് ഓൾറെഡി സുപ്രീം കോടതിയാണ് പറയുന്നത്. സുപ്രീം കോടതി ഇതിനകത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി കുറെ ആൾക്കാർക്ക് EPF പെൻഷൻ കിട്ടാനുണ്ട്. പെൻഷൻ എന്ന് പറയുന്നത് ഹയർ പെൻഷൻ കിട്ടാനുണ്ട്. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഓർഗനൈസേഷൻ കുറെ ആൾക്കാർക്ക് പെൻഷന്റെ ഹയർ പെൻഷൻ, കൂടുതൽ പെൻഷൻ കിട്ടാറുണ്ട്. പക്ഷേ ഈ പെൻഷൻ കിട്ടാന്ന് പറയുന്നത് പെൻഷൻ ഓൾറെഡി ഉണ്ട്, കൂടിയ പെൻഷൻ, റിവൈസ് പെൻഷൻ. പക്ഷേ ഇത് പലപ്പോഴും EPF കൊടുക്കുന്നില്ല. ഈ കൂടിയ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പ്രോ റേറ്റ ബേസിസ് എന്നൊക്കെ പറഞ്ഞ്. അത് കൺഫ്യൂഷൻ ആവേണ്ട പല രീതിയിൽ. അതായത് ഇത്രയും ചുരുക്കത്തിൽ മനസ്സിലാക്കിയാൽ മതി. കൂടിയ പെൻഷൻ വന്ന ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. കാരണം EPF പല കാരണം പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന പെൻഷൻ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം കാൽക്കുലേഷനൊക്കെ ആ ജോലി ചെയ്ത ആൾ അവസാനത്തെ വർക്ക് ചെയ്ത അവസാനത്തെ 60 ദിവസത്തെ അയാളുടെ സാലറി അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പെൻഷൻ വരുന്നത്. അപ്പോൾ ഇവര് പെൻഷൻ ഇത്രയും രൂപ കിട്ടണം എന്ന് പറയുന്ന കാൽക്കുലേഷന് തന്നെ തെറ്റാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്. ഇത്രയേ ഉള്ളൂ. പെൻഷൻ കിട്ടുന്നില്ല. പുതിയതായിട്ട് പെൻഷൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അതും കിട്ടുന്നില്ല. അപ്പോൾ EPF ഉടനെ തന്നെ തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ആ വാർത്ത. പ്രൈം മിനിസ്റ്റർ ടു ഇനോഗ്രേറ്റ് ഫെസ്റ്റിവൽ ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അഷ്ടലക്ഷ്മി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ എല്ലാം അഷ്ടലക്ഷ്മി, 8 സ്റ്റേറ്റിനെ അഷ്ടലക്ഷ്മി സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അഷ്ടലക്ഷ്മി ഫെസ്റ്റിവൽ. പിന്നെ നോർത്ത് ഈസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ ഗ്രോത്ത് എഞ്ചിൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പുതിയ ഗ്രോത്ത് എഞ്ചിനാണ് നോർത്ത് ഈസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡി ഓൾറെഡി ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇവിടുത്തെ ക്രാഫ്റ്റ്, ആർട്ട് എല്ലാത്തിനും ഒരു അഷ്ടലക്ഷ്മി മഹോത്സവ് 3-day ഫെസ്റ്റിവലാണ്. ഭാരത് മണ്ഡപം ഡൽഹിയിലാണ് നടക്കുന്നത്. ഏതൊക്കെയുണ്ട്? അസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറം, ത്രിപുര, സിക്കിം. ഇതാണ് 8 സ്റ്റേറ്റ്സ്. അഷ്ടലക്ഷ്മി ഓർ 8 ഫോംസ് ഓഫ് പ്രോസ്പെരിറ്റി. ഇത് അവിടുത്തെ ഒരുപാട് ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ലോക്കൽ പ്രൊഡക്ട്സ്, അവരുടെ ആർട്ട്, ക്രാഫ്റ്റ്, അതേപോലെ അവരുടെ GI ടാഗ് ഉള്ള പ്രൊഡക്ട്സ്. അവർക്ക് ഒരുപാട് GI ടാഗ്സ് ഉള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ബാംബു. അപ്പോൾ അഷ്ടലക്ഷ്മി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ സിക്കിൾ സെൽ അനീമിയ. ഒഡീസയിൽ സിക്കിൾ സെൽ അനീമിയ ഭയങ്കര ഹൈ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്നുള്ളത്? GS പേപ്പർ 2 മെയിൻസിനാണെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്റ്റിൽ യു ഷുഡ് ബി ഹാവിംഗ് എ ക്ലിയർ കട്ട് ഐഡിയ. എന്താണ് ഈ സിക്കിൾ സെൽ അനീമിയ? ഇതൊരു ബ്ലഡ് ഡിസോർഡർ ആണെന്ന് ബേസിക്കലി മനസ്സിലാക്കുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബ്ലഡ് ഡിസോർഡർ. ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് RBCസിലുള്ള, ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാം. അതായത് RBC ഒരു തരത്തിലുള്ള ഒരു ബോട്ടാണെന്ന് വിചാരിക്കുക. ഈ ഇതാണ് എൻ്റെ ബോട്ട്. ഈ ബോട്ടാണ് RBC എന്ന് വിചാരിക്കുക, റെഡ് ബ്ലഡ്. ഈ ബോട്ടിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്ത് പോയി ഓക്സിജൻ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ബോട്ട് എല്ലായിടത്തും പോയി നമ്മുടെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ ജോലി. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നല്ല റൗണ്ടഡും നല്ലൊരു ഷേപ്പിലാണ് ശരിക്കും ഇത് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഷേപ്പിൽ ഉള്ളതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് പോകുന്നത്. പക്ഷേ ഈ റെഡ് ബ്ലഡ് സെൽസിന്റെ ഷേപ്പ് പെട്ടെന്ന് ഈ റൗണ്ടിൽ നിന്നും സ്മൂത്ത് നിന്നും വളരെ റൗണ്ട് സ്മൂത്ത് ഷേപ്പിൽ നിന്ന് പെട്ടെന്ന് മാറി നമ്മൾ അരിവാൾ ചുറ്റുക എന്നൊക്കെ പറയുന്ന പോലെ പാർട്ടിയുടെ സിമ്പിൾ കണ്ടിട്ടില്ല നിങ്ങൾ? ആ സിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അരിവാൾ ചുറ്റുക നക്ഷത്രം കണ്ടിട്ടില്ല? ആ സിക്കിൾ കൊയ്തെടുക്കുന്ന ഈ സിക്കിൾ ഷേപ്പിൽ ഈ സെല്ല്, ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ ഈ റെഡ് ബ്ലഡിന്റെ ഈ സെൽസിന്റെ ഷേപ്പ് സിക്കിൾ സെല്ലായി മാറുമ്പോൾ ഇതിന്റെ പ്രശ്നമാണ്. ഇത് വേണ്ട രീതിയിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതിന്റെ കാര്യം. സിക്കിൾ സെൽ അനീമിയ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഇതിന്റെ പ്രിവലൻസ് റേറ്റ് ഹൈ ആണ്. ഒഡീഷയിൽ ഹൈ ആണ്. അതായത് നാഷണൽ ആവറേജ് ഏകദേശം 0.38% ആണെങ്കിൽ ഒഡീഷയിൽ തന്നെ ഏകദേശം 1.88% ആണ് സിക്കിൾ സെൽ അനീമിയയുടെ. അത്രയും ആൾക്കാർ എഫക്റ്റഡ് ആണ് ഇതിനകത്ത്. അപ്പോൾ യുണിസെഫിന്റെ, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട്, യുണിസെഫിന്റെ ഒരു ടീം ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട മിഷനും ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് NSCAEM എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ എന്നാണ്. 2023 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയ നിർത്തണം, നമുക്ക് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന മിഷനാണ്. ഓർത്തിരിക്കണം, ഗവൺമെന്റിന്റെ നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ NCCAEM എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈ ടു വാച്ച്, നോ മോർ അബൌട്ട് ദിസ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിർമ്മല സീതാരാമൻ സ്ത്രീകളെല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്കീമിന്റെ ഭാഗമാവണമെന്നാണ് പറയുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ദ റോൾ ഓഫ് SHG, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇവരുടെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സിവിൽ സർവീസിന്റെ സിലബസിൽ ടോപ്പിക്കിൽ വരുന്നതാണ് വാട്ട് ഇസ് ദ റോൾ ഓഫ് SHG, വാട്ട് ഇസ് ദ റോൾ ഓഫ് NGO. ആൻഡ് ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാനൊരു ടോപ്പിക് പഠിച്ചിരുന്നു, ഡ്രോൺ ദീദി എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു സ്കീം ഉണ്ടാക്കിയിരുന്നു. എന്താണ് ഈ ഡ്രോൺ ദീദി? സ്ത്രീകൾക്ക് സാധാരണ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള അവർക്കെല്ലാം ഡ്രോൺ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ ഡ്രോൺ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ട് ഈ ഡ്രോൺ കൊടുക്കുന്നുണ്ടാവും. ഈ ഡ്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രോണുകളെല്ലാം അവർക്ക് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അഗ്രികൾച്ചർ പെസ്റ്റിസൈഡ് അടിക്കാനും സ്പ്രേ ചെയ്യാനും ഒക്കെ ഈ ഡ്രോൺ വെച്ചിട്ട് മോഡേൺ അഗ്രികൾച്ചർ ആക്കണം, സ്പ്രേ ചെയ്യണം, ആ കാര്യങ്ങൾക്ക് ഡ്രോൺ വെക്കും. ഈ ഡ്രോണിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം? അതേപോലെ ഡ്രോൺ ദീദി വന്നു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ബെറ്റർ ആവും, സ്ത്രീകൾക്ക് നല്ല വരുമാനം ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കോൾ ലാഖ്പതി ദീദി. ബഡ്ജറ്റിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാഖ്പതി ദീദി എന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരു സ്ത്രീക്ക് 1 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാവണം. ലാഖ്പതി മീൻസ് 1 വില്ലേജ്. there should be a ലാഖ്പതി ദീദി in every village. എല്ലാ വില്ലേജിലും ഒരു 1 ലക്ഷം രൂപയെങ്കിലും വരുമാനമുള്ള ഒരു സ്ത്രീ ഉണ്ടാവണം എന്നാണ്, അതാണ് ലാഖ്പതി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട സാധാരണക്കാർ ഗവൺമെന്റിനുള്ള സ്കീമുകൾ ഇതിനകത്ത്, പ്രധാനപ്പെട്ട സ്കീമുകൾ ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. പ്രധാനപ്പെട്ടത് മുദ്ര ലോൺ. ഇപ്പൊ 10 ലക്ഷം എന്നുള്ള 20 ലക്ഷം രൂപ മുദ്ര ലോൺ കൊണ്ടുവന്നിട്ടുണ്ട്. PMEGP എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആണ്. അപ്പൊ എംപ്ലോയ്മെന്റ് കിട്ടും. കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC, ക്രോപ്പിന് വേണ്ടിയുള്ള ക്രോപ്പ് ഇൻഷുറൻസും അതേപോലെ ക്രോപ്പിന് വേണ്ടിയുള്ള ലോൺ കിട്ടും. അതേപോലെ ആനിമൽ ഹസ്ബൻഡറി, ഡയറി, ഇതിനൊക്കെ ഉള്ളത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കിട്ടും. ആൻഡ് കണ്ടോ ഹസ്ബൻഡറി, ഫിഷറി ഒക്കെ കിട്ടും. സ്റ്റാൻഡപ്പ് ഇന്ത്യ SC/ST ഓണ്ടർപ്രണേഴ്സിനും SC/ST ഓണ്ടർപ്രണറിനും വിമൺ ഓണ്ടർപ്രണേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളത്. PM സ്വാനിധി സ്ട്രീറ്റ് വെൻഡേഴ്സിന്, അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് കൊടുക്കുന്ന ലോണാണ്. PM വിശ്വകർമ്മ ഇതെന്ന് പറയുന്നത് ആർട്ടിസൻസിന് കൊടുക്കുന്നതാണ്. ആർട്ടിസൻസ്, ക്രാഫ്റ്റ്സ്മെൻ ഒക്കെ കൊടുക്കുന്ന ലോണാണ് വിശ്വകർമ്മ. അപ്പൊ ഇത്രയും സ്കീമുകൾ ഓർത്ത് വയ്ക്കുക. PM മുദ്ര, PMGP, KCC, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്വാനിധി. ഓരോരുത്തർക്ക് എന്താണ് SC/ST വിമൺ ഓണ്ടർപ്രണർ, സ്വാനിധി എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സ്, വിശ്വകർമ്മ ആർട്ടിസൻസ്, ക്രാഫ്റ്റ്മെൻ. ഇതിന് പ്രധാനപ്പെട്ട 2 ഏജൻസീസ് പറയുന്നതാണ് നബാർഡ്. എന്താണ് നബാർഡിന്റെ റോൾ എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദാറ്റ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇസ് വാട്ട് ഇസ് SIDBI. വാട്ട് ഇസ് SIDBI? ഇറ്റ്സ് എ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്ര കോടി രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ പോയിന്റും സ്കീമിന്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ. പിന്നെ ബാക്കിയെല്ലാം ബിസിനസ് പേജിൽ ഇതെല്ലാം ആസ്റ്റർ മെഡിസിറ്റിയുടെ ഡയറക്ടറാണ് അലീഷ മൂപ്പൻ. അവർ ആസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്കിതിനകത്ത് ബാക്കിയുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്ത. എക്കണോമിക്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ റേറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ വാട്ട് ഈസ് MCLR? ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇസ് റേസിംഗ്. അവർ MCLR കൂട്ടുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങൾ കൊടുക്കേണ്ട പലിശ, നിങ്ങൾ ആ എടുക്കുന്ന എമൗണ്ടും കൂടും, ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ എന്താണ് MCLR? ഇറ്റ്സ് കോൾഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ഓൺ MCLR. എന്താണ് MCLR എന്നുള്ളത് ഉറപ്പായിട്ടും സിവിൽ സർവീസിന്റെ പ്രിലിംസിന് ചോദിക്കാവുന്ന ചോദ്യമാണ് എക്കണോമിക്സ് നിന്ന്. എന്താണ് MCLR എന്ന് ഉദ്ദേശിക്കുന്നത്? സോ MCLR എന്നുള്ളത് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇറ്റ്സ് എ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക്സ് ചാർജ് ഓൺ ലോൺ. ലോണിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വേണം എന്നുള്ള ഒരു മിനിമം കാൽക്കുലേഷൻ ആണ്. ഈ മിനിമം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ബാങ്കിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ബാങ്കിന്റെ ഞാനൊരു എക്സാമ്പിൾ പറയാം. വളരെ സിമ്പിൾ ടേംസിൽ ബാങ്കിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ബാങ്കിന് ഈ ബാസ്ക്കറ്റിനകത്ത് ബാങ്കിന് എവിടെ നിന്നൊക്കെയാണ് ബാങ്കിന്റെ ചെലവുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു വെയിറ്റ് കോസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു വെയിറ്റ് എടുക്കണം. എല്ലാത്തിൻ്റെയും ഒരു വെയിറ്റ് കോസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷമാണല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എടുക്കുന്നുണ്ട്, നമ്മൾ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ്സിന് നമുക്ക് ബാങ്ക് പലിശ തരുന്നില്ലേ? മാസം ഇപ്പോൾ വേണമെങ്കിൽ 8% പലിശ, 7% പലിശ ബാങ്ക് നമുക്ക് പൈസ തരുന്നുണ്ട്. അപ്പോൾ അതും ബാങ്കിൻ്റെ ഒരു ചിലവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എടുക്കണം, അതൊരു മെട്രിക് എടുക്കണം. അതേപോലെ തന്നെ ബാങ്ക് ബോറോ ചെയ്യുന്നില്ലേ? ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് ബാങ്ക് ബോറോ ചെയ്യുന്നുണ്ട്. അതിനാണല്ലോ ബാങ്ക് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന സംഭവം. അതും ഒരു ബാങ്ക് അങ്ങോട്ട് ഒരു പൈസ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതും ഒരു വെയിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ബാങ്ക് ഫണ്ട് വേറെ റേസ് ചെയ്യാറില്ലേ? ബോണ്ട് വഴി ഫണ്ട് റേസ് ചെയ്യാറുണ്ട്. കണ്ടില്ല, ഓരോ ബാങ്ക് ഇത്ര കോടി രൂപ ബോണ്ട് റേസ് എന്ന് പറയുമ്പോൾ ഈ ബോണ്ട് റേസ് ചെയ്യുമ്പോഴും അതിനും ഇൻട്രസ്റ്റ് കൊടുക്കണം, അതിനും ഒരു വെയിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാങ്കിന്റെ ആൾക്കാരുടെ സാലറി, ബാങ്കിന്റെ റെന്റ്, ബാങ്ക് മാസം സ്പെൻഡ് ചെയ്യുന്ന ടെക്നോളജിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, ഒരു ബാങ്ക് ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ.
പിന്നെ ബാങ്ക് CRR എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നില്ലേ, അതും മനസ്സിലാക്കി വെക്കുക. നമ്മൾ കുറെ പൈസ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ടില്ലേ, ക്യാഷ് റിസർവ് റേഷ്യോ, അതിന് പലിശയൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത് മിനിമം RBIയുടെ റിക്വസ്റ്റ് തീരുമാനമാണ്, അവിടെ നമ്മൾ ഇത്രയും പൈസ വെച്ചിരിക്കണം, അതിന് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് നെഗറ്റീവ് ക്യാരി എന്നാണ്. എക്കണോമിക്സിൽ വി കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് ക്യാരി. ഇതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല, അത് RBIയുടെ നോംസ് ഉള്ളതുകൊണ്ട് നമ്മൾ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം ഡെപ്പോസിറ്റ്, ബോറോയിങ്, ബോണ്ട്, ടെക്, സാലറി, ബ്രാഞ്ച്, ഇതിനകത്ത് എല്ലാം ഒരു വെയിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നോക്കിക്കോ. ഇതിനെല്ലാം ഒരു വെയിറ്റ് കോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം അസസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്, ലോൺ എടുക്കുമ്പോൾ ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ആകാം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെന്ന് പറയുമ്പോൾ, ഈ MCLR കൂട്ടുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ പറയുന്ന ഏതൊക്കെയോ ഇൻട്രസ്റ്റ് ബാങ്കിന് അവിടെ നഷ്ടം വരുന്നുണ്ട്. നഷ്ടം വരാൻ പാടില്ല ബാങ്കിന്. അപ്പൊ അതുകൊണ്ടാണ് MCLR എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ഇത് ഇടയ്ക്കിടെ ഇതുണ്ട് കേട്ടോ, 1 month 3 month അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി ഷെയർ ചെയ്തേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ ഇതിനകത്ത് വേറെ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, ഇത് സയൻസിന്റെ വാർത്തകൾ ഇതാണെങ്കിലും ഐ ഗിവ് യു എ വെരി ക്വിക്ക് അനാലിസിസ്. ഡൈനോസറിന്റെ ഫുഡ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. സോ ദേ ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദ പൂപ്പ്, അതായത് ഡൈനോസറിന്റെ എക്സ്ക്രീറ്റ കണ്ടാൽ അറിയാലോ എന്താ നമ്മൾ നമ്മുടെ സ്റ്റൂളോ എക്സ്ക്രീറ്റ നമ്മൾ എന്താണ് കഴിച്ചത്, അങ്ങനത്തെ ഒരു മെഷറാണ്. എന്താണ് കഴിച്ചത് എന്ന് വെച്ചിട്ട് ഒരു ഡൈനോസറിനെ കുറിച്ചിട്ട് ഒരു ഇവാലുവേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് അത് പഴയ സമയം തൊട്ട്, അതായത് ട്രയാസിക് പീരിയഡ് 247 ഡൈനോസർ ഏജും ട്രയാസിക് പീരിയഡും ഇതൊക്കെ നോക്കുമ്പോൾ ആദ്യം പറയുന്നു പ്ലാന്റ്സ് കഴിച്ചിരുന്ന ഡൈനോസർ ഉണ്ട്. ആദ്യം ഡൈനോസർ ഉണ്ടായിരുന്നു, പ്ലാന്റ്സ് കഴിച്ചിരുന്ന ഡൈനോസർ വളരെ പെട്ടെന്ന് വലുതായി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓംനിവോർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓംനിവോറസ്, ഹെർബിവോർ മാത്രമല്ല, ഓംനിവോറസ് ഉണ്ട്, കാർണിവോറസ് ആയിട്ടുള്ള ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ആ ഡൈനോസേഴ്സ് പ്ലാന്റ് കഴിക്കുന്ന ഡൈനോസേഴ്സിനെയും മറ്റു ജീവികളെയും കഴിക്കാൻ തുടങ്ങി. അപ്പൊ പ്ലാന്റ് കഴിച്ച് വലുതാവുന്ന ഡൈനോസേഴ്സിനെക്കാട്ടും വലുതാവാൻ തുടങ്ങി മീറ്റ് കഴിക്കുന്ന അല്ലെങ്കിൽ ആനിമൽസിനെ കഴിച്ച് വളരുന്ന ഡൈനോസേഴ്സ്. അപ്പൊ ഡൈനോസർ എത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ ഇതാണ് ഈ ആർട്ടിക്കിൾ, വേറെ ഒന്നും പറയുന്നില്ല. ഇവർ കഴിച്ച ഫുഡ്, ഇവരുടെ ബാക്കിയുള്ള എക്സ്ക്രീറ്റ അല്ലെങ്കിൽ പൂപ്പൊക്കെ വെച്ചിട്ട് ഡൈനോസർ എന്താണ് കഴിച്ചിരുന്നത്, എങ്ങനെയാണ് ഡൈനോസർ വളർന്നതെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് പറയുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കഥ എത്ര വായിച്ചാലും ഇത്രയൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ. പിന്നെ അടുത്തത് H5N1. ഇത് വലിയൊരു ചർച്ചയാണ്. H5N1 മ്യൂട്ടേഷൻ. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. H5N1 എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് H5N1? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബേർഡ് ഫ്ലൂ. അത് ബേർഡ് ഫ്ലൂ ആണ്. ബേർഡ് ഫ്ലൂ വൈറസ് ആണ് H5N1 എന്നുള്ളത്. ഇത് വലിയൊരു കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്, കാരണം ഇത് ബേർഡ്സിനെയാണ് കൂടുതലും എഫക്ട് ചെയ്യുന്നത്. പക്ഷേ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻസിനെ ഇത് എഫക്ട് ചെയ്യും. പക്ഷെ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത്. കാനഡയിലും കാലിഫോർണിയയിലും ഒരു കേസ്, ഇവിടെ പ്രധാനമായിട്ട് ഒരു കേസ് വന്നു. കാനഡയിലും കാലിഫോർണിയയിലും ഈ കേസ് പറയുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻസിൽ ഡിറ്റക്ട് ചെയ്തു. അങ്ങനെ ഹ്യൂമൻസിൽ ഡിറ്റക്ട് ചെയ്തത് മ്യൂട്ടേറ്റ് ചെയ്ത് വന്നാൽ ഇത് കോവിഡിനെക്കാട്ടും വലിയൊരു വൈറസായി, വലിയ പാൻഡമിക് ആയി മാറാൻ സാധ്യതയുണ്ട് ഈ വൈറസ്. അപ്പൊ ഇനി വരും ദിവസം എന്താണ് ഇനി അടുത്ത ഫ്യൂച്ചർ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് കണ്ടുപിടിച്ചതുകൊണ്ട് ഇനി അത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. ഇനി ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വാട്ട് ഈസ് PB2E627K? എന്താണ് PB? ഇത് അതിന്റെ മ്യൂട്ടേഷന് പറയുന്ന പേരാണ്. PB2E627K. നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് PB2E627K is a very important strain of what? ഇത് H5N1 ഏവിയൻ ഇൻഫ്ലുവൻസയുടെ ഒരു മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതാണ് പറയുന്നത്. അതിന്റെ ഒരു ജീനോം സീക്വൻസിംഗിന്റെ പേരാണത്. ജീനോം സീക്വൻസിംഗിന്റെ പേരാണ് PB2E627K. പരീക്ഷയ്ക്ക് ചോദിക്കാം, അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതാണ് ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. പിന്നെ ദീപാവലിയുടെ പടക്കം പൊട്ടിക്കൽ കാരണം ചെവിക്കുണ്ടാവുന്ന പ്രശ്നമാണ് ഇതിന് പറയുന്നത്. നമ്മൾ പടക്കം പൊട്ടിച്ചപ്പോൾ കോടതി ഗ്രീൻ ക്രാക്കർ ഉപയോഗിക്കാൻ പറഞ്ഞു. ഗ്രീൻ ക്രാക്കേഴ്സ് കൊണ്ടുവന്നു. എന്തൊക്കെ ഗ്രീൻ ക്രാക്കേഴ്സ് ഉണ്ടെങ്കിലും മനുഷ്യന്റെ ചെവി അടിച്ചു പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പടക്കം പൊട്ടിക്കുന്നതിന് ചെവിക്ക് പ്രശ്നമാണ്, അത് കുട്ടികൾക്കും ഒക്കെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെവിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ പറയുന്നുണ്ട് കോക്ലിയ, നമ്മുടെ ചെവിയുടെ ഒരു ഇന്നർ ഇതാണ്. അപ്പൊ അതിന്റെ കോക്ലിയ ഹെയറിൽ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൽ വന്നിട്ട് നെർവൽ സിഗ്നൽസ് ആയിട്ടാണ് അത് പോകുന്നത്. നെർവൽ സിഗ്നൽസ് ആയിട്ടാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ കോക്ലിയയിൽ ഡാമേജ് വന്ന് ഈ ഓവർ സൗണ്ട് കാരണം ഇത് ചെവിക്കാത്തൊരു ഇന്നർ പാർട്ടാണ് കോക്ലിയ. അപ്പോൾ ഈ കോക്ലിയ ഹെയറിലൂടെ വന്ന് അത് നമ്മൾക്ക് പിന്നീട് നെർവൽ സിഗ്നൽസ് ആയിട്ട് പോകും.
അപ്പോൾ ഈ കോക്ലിയർ തന്നെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെവി പ്രശ്നമാവും എന്നാണ്. പിന്നെ ഇതിനകത്ത് പല ഡെസിബിൾ പറയുന്നുണ്ട്, സൗണ്ട് ക്ലാസിഫൈ എന്ന പല ഡെസിബിൾ പറയുന്നുണ്ട് ഈ ആർട്ടിക്കിളിൽ. ഡെസിബിൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ, സോ ഐ തിങ്ക് ഐ ലോസ്റ്റ് മൈ പവർ അഗെയിൻ. എന്തായാലും വീൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, കറണ്ട് വരുന്നു വിചാരിക്കാം, ഡെസിബിൾ 30 ഡെസിബിൾ എന്ന് പറയുന്നുണ്ട്. 30 ഡെസിബിളാണ് നമ്മൾ വിസ്പർ ചെയ്യുന്നത്. നമ്മൾ പതുക്കെ സ്വകാര്യം പറയാന്ന് പറയത്തില്ലേ, 30 ഡെസിബിളാണ് നമ്മുടെ വിസ്പറിംഗ് എന്ന് പറയുന്നത്. യെസ്, ഐ തിങ്ക് മൈ പവർ ഇസ് ബാക്ക്. 30 ഡെസിബിളാണ് ഇതിൻ്റെ വിസ്പർ എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 60 ഡെസിബിളാണ്. സ്പീച്ച് 60 dB ആണ് നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ ഫയർ ക്രാക്കർ 10 മീറ്ററിൽ ഫയർ ക്രാക്കർ പൊട്ടിക്കുകയാണ്, 10 മീറ്ററിൽ പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ ആവറേജ് ഒരു പടക്കം പൊട്ടിക്കുന്നത് ഏകദേശം 140 ഡെസിബിളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക എത്ര സൗണ്ട് ആണെന്നില്ലേ. നമ്മൾ നോർമൽ ട്രാഫിക്കിലും ഇതിന് ഇത്രയും ശബ്ദം ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഡെസിബിൾ കണ്ടോ, 60 ഡെസിബിൾ, ഇങ്ങനെ കുറേ ഡെസിബിൾസ് പറയുന്നുണ്ട്. നമ്മുടെ ഹെയർ സെൽസ് ഇൻ കോക്ലി ഓഫ് ദി ഇയർ റിസീവ് ദ വൈബ്രേഷൻ ഫ്രം ദി ഇയർ ഡ്രം ആൻഡ് കൺവേർട്ട് ഇൻ ടു നെർവ് സിഗ്നൽസ്. ഡാമേജ് ഓഫ് ദീസ് ഹെയർ ക്യാൻ മേക്ക് സെൻസിറ്റീവ് ടു സൗണ്ട്. ചെവി പോവും, അടിച്ചു പോകുന്നതാണ് പറഞ്ഞത്. കോക്ലിയർ ഹെയർ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെവി പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ മൊത്തം ഇതാണ് ഈ പടക്കം പൊട്ടിക്കുന്നതും നമ്മുടെ ചെവിയുടെ ഡെസിബിളും കോക്ലിയർ ഇന്നർ മെമ്പറിനെ കുറിച്ചൊക്കെയാണ് ചോദ്യം വരുന്നത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്, സിമ്പിൾ ലാബ് ഫ്രീ ടു ടെസ്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്, അതും ഫ്ലൂയിഡ്സിൽ ബാക്ടീരിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ബാക്ടീരിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഒരു ഫ്ലൂയിഡ്, ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിനകത്ത് കുറേ ഫ്ലൂയിഡ്സ് ഉണ്ട്, ഇതിനകത്ത് നമുക്ക് ബാക്ടീരിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ മർഡറൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആവശ്യമുണ്ട്, ഒരു കുറ്റാന്വേഷണം വേണമല്ലോ കണ്ടുപിടിക്കാൻ, ഒരാളുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലൂയിഡിൽ ബാക്ടീരിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഡിറ്റക്റ്റീവ്, അത് കണ്ടുപിടിക്കുന്ന ആളുടെ പേരാണ്, ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ട് പറഞ്ഞെന്നുള്ളൂ, ആ ഡിറ്റക്റ്റീവിൻ്റെ പേരാണ് ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ഫേജസ്. ബാക്ടീരിയോഫേജസ് എന്നാണ് ഇതിന് പറയുന്നത്. പവർ കട്ട്സ് പിന്നെയും ഇറ്റ്സ് ഹെവി റെയിനിങ് ഹിയർ, ഭയങ്കര മഴയാണ്, അതാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. സോ ബാക്ടീരിയോഫേജ്, അപ്പോൾ വെള്ളത്തിലും ഫ്ലൂയിഡിലും ബാക്ടീരിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പുതിയ ഡിറ്റക്റ്റീവ് ആരാണ് കണ്ടുപിടിക്കുന്നത്? ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ഫേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഹ്യൂമൻസിന് ലെസ് ഹാംഫുൾ ആണ്, ഹ്യൂമൻസിന് അത്ര ഹാംഫുൾ അല്ല. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിലോ ഇറ്റ്സ് ഗുഡ് ഫോർ ഫൈൻഡിങ് ഓർ അറ്റാക്കിങ് എ സ്പെസിഫിക് ബാക്ടീരിയ. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇതേപോലെ ഒരു ജെല്ല്, ഈ ജെല്ലിൽ ഒരു ഫ്ലൂയിഡ്, സാമ്പിൾ ഫ്ലൂയിഡ്സ് വെച്ചാൽ ലേക്ക്, വാട്ടർ, യൂറിൻ, മിൽക്ക്, ഇതിലൊക്കെ ഈ കോൺസെൻട്രേഷനിലൊക്കെ നമ്മൾ ഒരു ജെല്ല് എടുക്കുക. അതായത് ഒരു ജെല്ലിനകത്ത് ഈ ബാക്ടീരിയോഫേജ് വെച്ച് കൊടുക്കുക, റിയാക്ട് ചെയ്യിപ്പിക്കുക. കളർ ചേഞ്ച്, ഇതേപോലെ കളർ ചേഞ്ച് വന്നാൽ ബാക്ടീരിയ ഉണ്ട്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ബാക്ടീരിയ ഇൻസ്റ്റന്റ്ലി, വലിയ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്, വാട്ട് ഇസ് ബാക്ടീരിയോഫേജ്. ഹ്യൂമൻസിന് വലിയ കുഴപ്പമില്ല, ഇത് കണ്ടുപിടിക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. സോ റിമെമ്പർ വാട്ട് ഇസ് ബാക്ടീരിയോഫേജ്. ഇത് കണ്ടുപിടിക്കുന്ന ഡിറ്റക്റ്റീവ് ആണെന്ന് ഓർത്താൽ മതി, എളുപ്പമുണ്ട്. പിന്നെ ഹാർട്ട് ഡിസീസിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസും പിന്നെ കുറേ മരുന്നുകൾ കഴിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം, അതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും. സോ നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ FAQയിൽ ഓൾറെഡി അദാനിയുടെ കാര്യമാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ് ഇഷ്ടംപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അദാനിയുടെ കാര്യം ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അദാനിയുടെ കാര്യം എന്താണ്, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. FAQ സെക്ഷനാണിത്. ബാംഗ്ലാദേശ് ഇവന്റ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഓൾറെഡി ബാംഗ്ലാദേശിൽ മൈനോറിറ്റി റൈറ്റ്സ് പ്രശ്നമാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാംഗ്ലാദേശിൽ ഇസ്കോണിന്റെ നേതാവിനെ ചൈതന്യ ദാസിനെ അറസ്റ്റ് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫംഗ്ഷനിൽ അവരുടെ കൊടി ബാംഗ്ലാദേശിന്റെ കൊടിയെക്കാട്ടും മുകളിലോട്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്. സോ ദിസ് ഹസ് ബ്രോട്ട് us to a larger issue of minority issues. ബാംഗ്ലാദേശിൽ താമസിക്കുന്ന ഹിന്ദുസിന്റെ മൈനോറിറ്റി ചർച്ചകൾ ഇനി ഗവൺമെന്റ് വലിയൊരു സീരിയസ് ഇഷ്യൂ, ഗവൺമെന്റ് ഓഫ് മിനിസ്ട്രി, MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒക്കെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഇഷ്യൂ കാണുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാംഗ്ലാദേശിൽ നടക്കുന്ന സാധാരണക്കാരുടെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദുസിന്റെ അവസ്ഥ എന്നാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. പിന്നെ ട്രംപ് ലീഗൽ സ്റ്റോം ബ്ലോൺ അവേ, പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഉള്ളതുപോലെ തന്നെ അവിടെയും പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓൾറെഡി ഒരു കേസ് ഉണ്ട്. 2020 നടന്ന ഇലക്ഷന്റെ ഒരുപാട് ഇലക്ഷൻ അറ്റംപ്റ്റുകൾ, ട്രംപിനെതിരെ ഒരുപാട് ചാർജുകൾ ഉണ്ടായിരുന്നു. ഇലക്ഷൻ അട്ടിമറിച്ചു എന്നൊക്കെ ചാർജ് ഉണ്ട്. ആ ചാർജൊക്കെ എവിടെ പോയി? ഈ ചാർജ് ഒന്നും നിലനിൽക്കില്ലേ? കാരണം ട്രംപിനെ അടുത്ത പ്രസിഡന്റ് എലക്ട് ട്രംപാണ്. ഈസ് എ പ്രസിഡന്റ് എലക്ട്. സോ ജനുവരിയിൽ എലക്റ്റഡായി പ്രസിഡന്റായി വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പ്രസിഡന്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പല കേസുകളും പണ്ടത്തെ പോലെ ട്രൈ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. സോ അതാണ് ഇത് അമേരിക്കൻ നിയമമാണ് കൂടുതലും പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് അത്ര ഡീപ്പിൽ പോവാത്തത്. ഏകദേശം ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം.
പിന്നെ പ്രൊഫൈലാണ്, ഓരോ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ട്രംപിന്റെ പുതിയ റിസർച്ച് സോ ഓൾറെഡി ജെ ഭട്ടാചാര്യ, അയാളുടെ പേരാണ്, സ്റ്റാൻഫോർഡ് ഡോക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹേർഡ് ഇമ്മ്യൂണിറ്റി US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഭയങ്കര വലിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്ത ജെ ഭട്ടാചാര്യ ഇന്ത്യൻ ഒറിജിൻ ആളാണ്, പേര് പോലെ തന്നെ. സോ ഹി ഇസ് ദി ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, അമേരിക്കയുടെ ചീഫ് ഏജൻസി ഫോർ മെഡിക്കൽ റിസർച്ച്, ജെ ഭട്ടാചാര്യ. സോ രണ്ടാമത്തെ ഇന്ത്യൻ അമേരിക്കൻ ആണ്. ഓൾറെഡി വിവേക് രാമസ്വാമിയാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അത് നമ്മൾ നോക്കിയതാണ്. എലോൺ മസ്കിന്റെ കൂടെ ഉള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നില്ലേ, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം, എത്രത്തോളം ഒരു ഓൺട്രപ്രണറിന്റെ ബുദ്ധിയോടെ ഗവൺമെന്റിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഗവൺമെന്റ് എഫിഷ്യൻസി. ഗവൺമെന്റ് ഫണ്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാനാണ്. അതേപോലെ ഇവിടെ ജെ ഭട്ടാചാര്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. പിന്നെ പ്രധാനമായിട്ടും ഒരു വലിയ വാർത്തയാണ് ഇവിടെ, വെയിൽഡ് ഫേസ് ഓഫ് PTI. ഓൾറെഡി പാകിസ്ഥാനിൽ നടക്കുന്ന ഇഷ്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഓൾറെഡി അവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആർമി ബാക്ക്ഡ് ആണ്, പാകിസ്ഥാനിൽ ആർമി ബാക്ക്ഡ് ആണ്. ഇതേപോലെ തന്നെ ഇവിടെ ഇമ്രാൻഖാൻ ഉണ്ട്, പഴയ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പൊ പഴയ നമ്മുടെ ഫേമസ് ക്രിക്കറ്റർ, സൂപ്പർ ക്രിക്കറ്ററാണ് ഇമ്രാൻഖാൻ, ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഇവിടെ ഉണ്ട്, PTI, ദ തെഹ്രിക് ഇൻസാഫ് പാർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ PTIയുടെ പ്രവർത്തകരെല്ലാവരും ഗവൺമെന്റിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇമ്രാൻഖാനെ തിരിച്ച് ജയിൽ മോചിതനാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ PTIയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നയിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ലേഡിയാണ്. കണ്ടോ ഈ തട്ടത്തിനകത്ത്, ദ വെയിൽഡ് ഫേസ്, ഷീ എസ് ബുഷ്ര ബീബി. ഇവരാണ് ഏറ്റവും കൂടുതൽ, ഇവരാണ് ബുഷ്ര ബീബിയാണ് പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് PTI പാർട്ടിയുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഇമ്രാൻഖാന്റെ വൈഫാണ്. സോ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ കൂടുതലും മനസ്സിലാക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ മെയിൻ ഇന്റർനാഷണൽ, ഇത് വലിയൊരു അടുത്ത ചലഞ്ച് ആട്ടോ. ശ്രീലങ്കയിൽ ഡിഫ്ലേഷൻ വന്നു സിൻസ് 1961. നമ്മൾ എന്നും ഇൻഫ്ലേഷൻ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വില കുറവാണ്. അതും എക്കോണമിക്ക് പ്രശ്നമാണ്. വില കൂടിയാലും പ്രശ്നമാണ്, വില കുറഞ്ഞാലും പ്രശ്നമാണ്. സോ നിങ്ങൾ എക്കണോമിക്സിൽ യു ഷുഡ് നോ വാട്ട് ഇസ് ഡിഫ്ലേഷൻ, വാട്ട് ഇസ് ദി ഇമ്പാക്ട് ഓഫ് ഡിഫ്ലേഷൻ, ഡിഫ്ലേഷന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. ശ്രീലങ്കയിൽ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞുതരാം. ശ്രീലങ്ക ഭയങ്കര വലിയ എക്കണോമിക് ക്രൈസിസിലായിരുന്നു. അവിടെ പൈസ കയറി ഭയങ്കര ഇൻഫ്ലേഷൻ ആയിരുന്നല്ലോ. ഒരു കുപ്പി പാലിനും അല്ലെങ്കിൽ ഒരു ഡയറി പാക്കറ്റ്, ഒരു മറ്റേ മിൽക്ക് വൈറ്റ്നർ പാക്കറ്റിനും ഒരു ലിറ്റർ പാലിനൊക്കെ ഏകദേശം 1500 രൂപ വരെ പോയ സമയം ഉണ്ടായിരുന്നു ശ്രീലങ്കയിൽ. ഒരു ചായക്കൊക്കെ 2000-3000 രൂപ, അത്രയും വലിയ ഇൻഫ്ലേഷനാണ്. അപ്പോൾ എപ്പോഴും സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി ഭയങ്കര വലിയ എക്കണോമിക് പ്രഷർ കാരണം ഒരു ഇൻഫ്ലേഷൻ അവിടെ സംഭവിച്ചു. അപ്പോൾ ഇത്രയും വലിയ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മെഷേഴ്സ് ഇല്ലേ, ഇൻഫ്ലേഷൻ തടയാൻ ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. ആ മെഷേഴ്സ് എല്ലാം എടുത്തു ഇവര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവർ കൺട്രോൾ ചെയ്ത് ഇൻഫ്ലേഷന്റെ വിലക്കയറ്റം കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ എക്കണോമിക്സിൽ പറയും മാർക്കറ്റ് ഭയങ്കര കൺട്രോൾഡ് ആണ്, സിസ്റ്റം ഭയങ്കര കൺട്രോൾഡ് ആയതുകൊണ്ട് ആൾക്കാരും സ്പെൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര വിലക്ക് വന്നതുകൊണ്ട് ആൾക്കാരും സ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നില്ല, സ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഒന്നും നോബഡി ഈസ് ബൈയിങ് വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസ്ക്കറ്റിന് 10 രൂപയാണ്. ഇത് നമ്മൾ 10 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ടാണല്ലോ പിന്നെയും ബിസ്ക്കറ്റ് കമ്പനി, ബ്രിട്ടാനിയ കമ്പനി ബിസ്ക്കറ്റ് ഇറക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ബിസ്ക്കറ്റ് ആരും കഴിക്കുന്നില്ല, ആരും ഡിമാൻഡില്ല. സോ മാർക്കറ്റിൽ ഡിമാൻഡില്ല, ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നില്ല. ദർ ഇസ് നോ കൺസ്യൂമർ ഡിമാൻഡ്. എന്ത് ചെയ്യും? ബിസിനസ്സിന് ബ്രിട്ടാനിയക്ക് നഷ്ടം വരുമ്പോൾ കമ്പനി പറയും ഇതിങ്ങനെ വെറുതെ പൂട്ടിക്കിടന്ന് ഇങ്ങനെ പൂത്തു പോകും, അവസാനം ആർക്കും വേണ്ട, റോട്ട് ചെയ്ത് പോകും. അപ്പോൾ ഒരു പതുക്കെ താത്തും ബിസ്ക്കറ്റിന്റെ വില 10 രൂപ മാറ്റി വേണമെങ്കിൽ പറയും 2 രൂപയ്ക്ക് ഞങ്ങൾ ബിസ്ക്കറ്റ് തരാമെന്ന് പറയും. ഇനിയെങ്കിലും ആരും വാങ്ങിക്കുന്നില്ല. അപ്പോൾ പ്രൈസ് കുറയുന്നതും നല്ലതല്ല. ഡിമാൻഡ് കുറഞ്ഞാലും ഡിഫ്ലേഷൻ വന്നാലും മാർക്കറ്റിന്, എക്കോണമിക്ക് ഭയങ്കര മോശമാണ്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ നോ അബൌട്ട് ഡിഫ്ലേഷൻ. പിന്നെ ഇമ്രാൻഖാന്റെ വാർത്ത, നേപ്പാൾ ഇനി ചൈനയിൽ നിന്ന് ലോൺസ് എടുക്കുന്നില്ല ചൈനയുടെ BRI പ്രൊജക്ട്സിൽ. അപ്പോൾ എന്താണ് BRI എന്ന് പറയുമ്പോൾ യു ഷുഡ് നോ വാട്ട് ഇസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ചൈനയുടെ ഏറ്റവും വലിയൊരു ഇതാണ് വാട്ട് ഇസ് കോൾഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അത് ഓർത്ത് വെക്കുക. US അപ്രൂവ് $385 million വർത്ത് ഓഫ് ആംസ് ടെക്നോളജി തായ്വാൻ. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇവിടെ ചൈനയുണ്ട്, ഇവിടെ തായ്വാൻ ഉണ്ട്, ഇവിടെ US ഉണ്ട്. ചൈന പറയുന്നത് തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന്, തായ്വാൻ അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഇവർ തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുക. US ഡെഫിനറ്റ്ലി ചൈനയെ ഇഷ്ടമല്ല. അപ്പോൾ US തായ്വാനെ സപ്പോർട്ട് ചെയ്യണുണ്ടോ? ഇനി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും വലിയ ഡോളറിലെ മെറ്റീരിയൽസും തോക്കൊക്കെ വെച്ചോ. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് ഞാൻ പറഞ്ഞ പോലെ. ഇതാണ് ഇവിടുത്തെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു പ്രധാന ആസ്പെക്ട്. പിന്നെ അടുത്തത് നോർത്ത് കൊറിയയും റഷ്യയും നല്ല ഒരു മിലിറ്ററി കോപ്പറേഷനിൽ വരാൻ പോവാണ്. സൗത്ത് കൊറിയക്ക് തീരെ ഇഷ്ടപ്പെടില്ല അത്.
നോർത്ത് കൊറിയയിൽ ഒരുപാട് സോൾജേഴ്സിനെ റഷ്യയിൽ വിട്ടിരുന്നു, യുക്രൈൻ വാർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നു. സോ ഡെഫിനറ്റ്ലി നോർത്ത് കൊറിയയും റഷ്യയും തമ്മിൽ നല്ലൊരു റിലേഷൻ വരാൻ പോവാണ്. അതാണ് ഇവിടെ അടുത്ത മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇസ്രായേലിൽ പിന്നെയും മിലിറ്ററി സ്ട്രൈക്ക്, ഗാസയിൽ പിന്നെയും സ്ട്രൈക്സ് കിൽ 32 പലസ്തീനിയൻസ്, പിന്നെയും ഗാസയിൽ പിന്നെയും മരണം. ഓരോ ദിവസം ഇവരൊരു വെറുതെ രാവിലെ ആകുമ്പോൾ ഒരു ബോംബ് ഇടുന്ന പോലെയാണ് 32 പീപ്പിൾ ആ കിൽ ചെയ്യാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്, ഞാൻ പെട്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല, എന്നാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഞാൻ തരാൻ വേണ്ടിയാണ്. സിറിയൻ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണം. സിറിയൻ ഓൾറെഡി വർഷങ്ങളായിട്ട് അസാദ് ഗവൺമെന്റ്, ബഷർ അൽ അസാദ് എന്ന് പറഞ്ഞൊരു അപ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഓൾറെഡി ഒരു ഗവൺമെന്റ് ഉണ്ട്, സിറിയയിൽ ഓൾറെഡി ഒരു ഗവൺമെന്റ് ഉണ്ട് വർഷങ്ങളായിട്ട്. ഈ ഗവൺമെന്റിന് ആർക്കും ഇഷ്ടമല്ല. ഇതേപോലെ തന്നെ ഇവിടെ ഒപ്പോസിഷനിൽ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ കുറെ റിബൽ ഫോഴ്സസ് ആണ്, ഇതെല്ലാം റിബൽ ഫോഴ്സസ് ആണ്. ഇവരാണ് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് വേറെയും കുറെ ആക്ടേഴ്സ് ഉണ്ട്. കുർദിഷ് ഫോഴ്സുകളുണ്ട്. ഇവർക്ക് വേറെ രാജ്യം വേണം, വേറൊരു സ്ഥലം തന്നെ വേണം. കുർദിഷ് ഫോഴ്സസ് ഉണ്ട്. അതേപോലെ വേറെയും ആൾക്കാരുണ്ട്, ഐസിസ് അങ്ങനെ പ്രവർത്തിക്കുന്ന വേറെയും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതാണ് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒപ്പോസിഷൻകാരെ പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഓൾറെഡി ഗവൺമെന്റിനെ തന്നെ ഓൾറെഡി റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഒപ്പോസിഷൻ അവർ അവസരം കിട്ടുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് സഹായിക്കണമല്ലോ. അപ്പൊ മൊത്തത്തിൽ ഗവൺമെന്റും അവിടെയുള്ള ഒപ്പോസിഷൻ റിബൽ പാർട്ടീസും കുർദിഷ് ഫോഴ്സുകളും ഇവരെല്ലാവരും കൂടെ വരുന്ന ഇതിന്റെ കൂട്ടത്തിൽ റഷ്യ, US പോലത്തെ പല രാജ്യങ്ങളും ഇതിനകത്ത് സപ്പോർട്ടിംഗ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സിറ്റിയാണ് അലപ്പോ ഇസ് എ സിറ്റി. സിവിൽ സർവീസിന് പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ്ങിന്, എവിടെയാണ് അലപ്പോ എന്ന്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോർജിയ അറസ്റ്റ് 107 പ്രൊട്ടസ്റ്റേഴ്സ് ഫോളോയിങ് ഗവൺമെന്റ് ടു പ്ലാൻ ഇപ്പോൾ ജോർജിയ എന്നൊരു രാജ്യം എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെഫിനറ്റ്ലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ജോർജിയ എവിടെയാണ് അതിൻ്റെ ബോർഡേഴ്സ് പഠിപ്പിച്ചിരുന്നു. ജോർജിയ യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് വേണ്ട എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഐ ഹോപ്പ് ഐ ഹവ് ഗിവൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്. ആൻഡ് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാം, പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ്, നമ്മുടെ 2026 ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2026 ബാച്ചിലേക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ലൈവ് ബാച്ച്. ലൈവ് ക്ലാസ് ആണ് ഓൺലൈൻ. 2025ൻ്റെയും ലൈവ് ബാച്ച് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് റാപ്പിഡ് ബാച്ച് ആണ്. അതും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കാരണം ഒരുപാട് ആൾക്കാർ റാൻഡംലി പറയുന്നതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. സോ അതേപോലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്, CSAT ക്ലാസ്, പിന്നെ നമ്മുടെ റിവിഷൻ റീസ്റ്റാർട്ട് ബാച്ച് എന്നുള്ളൊരു ബാച്ചും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ബാച്ച് ഒന്നും വേണ്ട, സെൽഫ് സ്റ്റഡിയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ റീസ്റ്റാർട്ട് ബാച്ച് ഉണ്ട്. അതും നിങ്ങൾക്ക് ഇതിനകത്ത് എൻറോൾ ചെയ്യാവുന്നതാണ്. Okay, so thank you so much. Keep preparing well. This is Arjun R. Shankar.